ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. എൻ്റെ പേര് കാവ്യ. അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ എസ് എസ് സിയിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോ നമ്മുടെ എസ് എസ് സിയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മുടെ എസ് സി ഫേസിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടാതെ അതിന് ഒന്നിന് പിന്നെ ഒന്നായിട്ട് നമുക്ക് സി ജി എൽ വരുന്നുണ്ട്, സി എച്ച് എസ് എൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ എസ് എസ് സിയുടെ ആ ഒരു എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോ ഒരു ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിളിക്കേണ്ടിയിരുന്ന ആ ഒരു എക്സാംസിന് നോട്ടിഫിക്കേഷൻ നമുക്ക് ജൂൺ മാസങ്ങളിലാണ് വിളിച്ചത്. അപ്പൊ അതിന്റെ റീസൺസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അതായത് എസ് എസ് സിയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവര് കുറച്ച് കാര്യങ്ങളിലെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു നോട്ടിഫിക്കേഷൻ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് എസ് എസ് സിയിൽ ഇപ്പൊ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ഇപ്പോ കുറച്ച് ചേഞ്ചസ് ഞാൻ പറഞ്ഞു. വളരെ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെയാണ്. അതില് ആദ്യത്തെ ചേഞ്ച് ആണ് എല്ലാവർക്കും അറിയുന്ന പോലെ വെണ്ടർ ചേഞ്ച്. അപ്പോ ഒരു 2015-16 സമയം തൊട്ടേ നമുക്ക് എസ് എസ് സിയിലെ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ടെൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ടി സി എസ് എന്ന് പറയുന്ന ഏജൻസിക്കായിരുന്നു. അപ്പോ അത് അവർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ വെണ്ടർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവർ കൊടുത്തിരിക്കുന്നത് ഇക്വിറ്റി കരിയർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ് ഈ ഒരു ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മുടെ വെണ്ടർ ചേഞ്ച് വരുമ്പോൾ പൊതുവേ നമുക്ക് ഈ 2010-11 ശേഷം വന്ന എക്സാമുകൾക്കൊക്കെ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇതുപോലെ വെണ്ടർ ചേഞ്ചും കാര്യങ്ങൾ വന്ന സമയത്ത് നേരത്തെ ആരായിരുന്നോ അതിൽ നിന്നും അടുത്തൊരാൾ വരുമ്പോഴുള്ള ഒരു എക്സാമില് ക്വസ്റ്റ്യൻസിലുള്ള ഡിഫറൻസ് കാര്യങ്ങളായിരുന്നാലും എക്സാമിനേഷൻ സെന്റേഴ്സിന്റെ കാര്യങ്ങളായിരുന്നാലും ഒക്കെ നമുക്ക് അന്നും ഈ ഒരു സെയിം ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തതാണ്. അപ്പം പുതിയതായിട്ടൊരാള്, അതായത് ഇത്രയും നാളും കണ്ടക്ട് ചെയ്തിരുന്ന ആളെ മാറ്റിയിട്ട് പുതിയതായിട്ടൊരാള് ഈ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ വളരെ കുറച്ചെന്നല്ല, കുറച്ചധികം തന്നെ കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളായാൽ കൂടിയും ഇപ്പൊ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വേറൊരു ഇപ്പൊ ജോലി കാര്യമായിരുന്നാലും നമ്മൾ വേറൊരിടത്തേക്ക് ഒരു ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കുറച്ച് ഡ്രോബാക്സുകൾ ഉണ്ടാവും അല്ലെ. ആദ്യം കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായി, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് വരുമ്പോഴായിരിക്കും നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ട് ഉള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജോലി നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഈക്വൽ ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു വെണ്ടർ ചേഞ്ച് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോ എഡ്യൂക്കേറ്റി നമ്മുടെ കരിയർ ടെക്നോളജിയെ പറ്റി പറയുകയാണെങ്കിൽ അവർ സ്റ്റേറ്റ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഒത്തിരി എക്സാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടി സി എസിൽ നിന്നും അടുത്ത് എഡ്യൂക്കേറ്റി ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലൊരു മേജർ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നമ്മുടെ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഉള്ള ഡൗട്ട് എന്ന് പറയുന്നത് വെണ്ടർ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ എക്സാം പാറ്റേണുകൾക്കും അതുപോലെ എക്സാമിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു നോർമലൈസേഷൻ പ്രോസസ് ആയിരുന്നാലും ഒക്കെയുള്ളൊരു വലിയൊരു മാറ്റം സംഭവിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഏകദേശം കുട്ടികളുടെ മനസ്സിൽ കൂടെ, അതും എക്സാം അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോഴ് കുറച്ച് കുറച്ച് വറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പോ നമ്മുടെ എക്സാം പാറ്റേൺ ആയിരുന്നാലും സിലബസ് ആയിരുന്നാലും നമുക്ക് എസ് എസ് സിയുടെ ഒഫീഷ്യൽ ആണ്, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ള ഒഫീഷ്യൽ സിലബസും അതുപോലെ ഒഫീഷ്യൽ എക്സാം പാറ്റേണും ആണ്. അതില് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യം ഈ പറയുന്ന ഏജൻസിക്കില്ല. ഇവർക്ക് ആകെ ഒരു ദൗത്യം ഉള്ളത്, ഇവർക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് അവർക്ക് കൊടുക്കുക, അതുപോലെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിലേക്കുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഈ ഒരു ഒരു വെണ്ടർ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എസ് എസ് സി അടിമുടി മാറ്റാൻ എന്നുള്ള രീതിക്കല്ല. അപ്പോ
നിങ്ങളിപ്പോ എന്താണോ പഠിക്കുന്നത്, ഇപ്പൊ സിലബസ് ആയിരുന്നാലും എക്സാം പാറ്റേൺ ആയിരുന്നാലും നിങ്ങളിപ്പോ എന്താണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാ. ഇപ്പൊ നോർമലൈസേഷൻ പ്രോസസ്സ് വന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞതിന് CGL നോർമലൈസേഷന്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് കാര്യങ്ങൾ വന്നതിന്റെയൊക്കെ പേരിലാണ് ഈ പറയുന്ന വെൻഡർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നോർമലൈസേഷനിലൊന്നും അവിടെ ബാധകമായിട്ട് വരുന്ന കാര്യമല്ല. ആകെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ബാധിക്കാൻ പോകുന്നത്. സെന്റേഴ്സ്, എക്സാം സെന്റേഴ്സ് വരുന്ന സമയത്തുള്ള കുറച്ച് ചേഞ്ചസ്, പിന്നെ എക്സാമിലെ ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് വരുമ്പോ കുറച്ച് ചേഞ്ചസ്, ഇതിലൊക്കെ ആയിരിക്കും നമുക്ക് എന്താണ് ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൂടാണ്ട് നമുക്ക് വേറെയും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ അറിഞ്ഞു കാണും, നമുക്ക് ഒരു ഡമ്മി മോക്ക് ടെസ്റ്റ്, അതായത് ഇപ്പോ ഈ ഒരു ഇന്റർഫേസിൽ വന്നിട്ടുള്ള ഡമ്മി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലൈവ് ആണ്. ഇപ്പൊ കുറച്ച് ഹാങ് പ്രോസസ്സും കാര്യങ്ങളുണ്ട് ട്ടോ. ഇപ്പം എന്താണ് ആ ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റിൽ കയറുമ്പോഴത്തേക്കും കുറച്ച് ഹാങ്, ചില സമയത്ത് അത് കിട്ടുന്നുള്ളൂ, ചില സമയത്ത് അത് ഹാങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ വെബ്സൈറ്റിൽ എല്ലാവരും കയറി ആ ഒരു എന്താണ് ബിസി ആയതുകൊണ്ടാണ് ആ ഒരു ഹാങ്ങിങ് പ്രോസസ്സ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്റർഫേസിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്റർഫേസിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞതിന് നമുക്ക് എങ്ങനെയായിരുന്നു എക്സാം ഉണ്ടായിരുന്ന ഒരു ഇന്റർഫേസ് നമുക്കറിയാം. ഓക്കെ, അതിൽ നിന്നും കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള രീതിക്കായിരിക്കാം അവര് ഇന്റർഫേസ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇന്റർഫേസിന്റെ ഒരു ടോട്ടൽ എങ്ങനെയാണ്, അത് സ്മൂത്ത് ആണോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സാം എഴുതി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് സ്മൂത്ത് ആയിരുന്നോ, നേരത്തെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറയുമ്പോൾ വെയിറ്റേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ വെയിറ്റേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ കണ്ടക്ട് ചെയ്തിരുന്ന ഏജൻസിക്ക് ഇപ്പൊ പറയാണ്, ഇപ്പം റീസണിങ്ങിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഇത്ര ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അപ്പൊ ഇതിലൊക്കെ കുറച്ച് വെയിറ്റേജ് കൂടുതലായിരിക്കും. അങ്ങനെ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകളുണ്ട്. ആ വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് ഓരോ ഏജൻസിയുടെ ഇഷ്ടപ്രകാരം അവർ എടുക്കുന്നതാണ്. അപ്പൊ ഇപ്പോ എഡ്യൂക്കേറ്റിക്ക് എന്താണോ അവർക്ക് വെയിറ്റേജ് കൊടുക്കാൻ താല്പര്യമുള്ള ഏത് ടോപ്പിക്കാണോ അല്ലെങ്കിൽ ഏത് ഇതിനാണോ അത് അവര് വെയിറ്റേജ് കൊടുക്കും. ഇപ്പം കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് TCS ചെയ്യുന്ന സമയത്ത് ഒരു 1 to 2 ഇയേഴ്സിന്റെ കറണ്ട് അഫയേഴ്സ് ഒക്കെ അവർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ അതിലൊക്കെ ചെറിയൊരു മാറ്റം വന്നിരിക്കാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതിനെയാണല്ലോ നമ്മൾ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അവര് കൂടുതലും കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻസിലുള്ള ചെറിയ ചെറിയ മാറ്റം, അല്ല നിങ്ങൾ പഠിക്കുന്നതിലോ പഠിക്കുന്ന സിലബസിലോ എക്സാം പാറ്റേണിലോ ഒന്നും നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, ഇപ്പോ ഒരു ചാപ്റ്റർ എടുത്തു, ഒരു ചാപ്റ്ററിൽ നിന്ന് അവർക്ക് ചോദിക്കുന്ന, അതായത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിലപ്പം കുറച്ചൊരു ഡിഫിക്കൽട്ട് രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷേ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് ബേസിക് കോൺസെപ്റ്റ് അറിയാം, അതിലുള്ള ചോദ്യങ്ങൾ, ഒട്ടുമിക്ക ചോദ്യങ്ങൾ അറിയാം. നമ്മൾ ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. PYQs ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നും ചിലപ്പോ ഈ വെണ്ടർ ചേഞ്ച് ആയതുകൊണ്ട് പുതിയൊരു ആള് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ അവര് കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ അവർ ചിലപ്പം ഈ ഒരു എക്സാമിനെ മാറ്റാം. അതായത് ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ ഇച്ചിരി കൂട്ടിയിട്ടൊക്കെ ഇടാം. ഇത് ആദ്യത്തെ ഒരു എക്സാം ഒക്കെ കഴിയുമ്പോഴേ നമുക്ക് അവർക്ക് ഇത് എങ്ങനെ ആയിരുന്നു, ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്, മോഡറേറ്റ് ആണോ, ഈസി ആയിരുന്നോ, അതോ ഡിഫിക്കൽട്ടി ലെവൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്തും പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോ ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ അവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസൈഡ് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളത്, ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യമാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. അവർ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അവർ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇന്റർഫേസും നമ്മുടെ എന്താണ് എക്സാം ഇന്റർഫേസും കാര്യങ്ങളൊക്കെ മാറ്റില്ല. അപ്പം കംപ്ലീറ്റ്ലി സെറ്റ് ആണ്. ഇനി നമ്മുടെ ഒരു എക്സാം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. എങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഐഡിയ ഒരു എക്സാം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നേരത്തെ TCS തന്നെയാണോ ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു എന്താണ് ഒരു വെൻഡർ, പുതിയൊരു വെൻഡർ അല്ലെങ്കിൽ പുതിയൊരു ടെൻഡർ അവർക്ക് കിട്ടുന്ന സമയത്ത് പണ്ട് TCS, അതായത് TCS ആണ് പണ്ട് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ ക്വസ്റ്റ്യൻസിൽ അവർ റെഫറൻസ് എടുക്കും. എത്ര വർഷം അവർ ചെയ്തോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു റെഫറൻസ് അവർ എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. ആ റെഫറൻസ് എടുത്തിട്ടായിരിക്കും അവർ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോ അവർ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്തിനേയും എന്താണ്
എന്ത് സാഹചര്യത്തെയും തോൽപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം നിലവില് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിലവിൽ നിങ്ങളിപ്പോ കംപ്ലീറ്റ് ആയിട്ടും ഒരു എക്യുപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ആ പോർഷൻസ് ടോപ്പിക്സ് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇപ്പൊ നിങ്ങൾ വറീഡ് ആവുകയോ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് നമ്മളെ എക്സാമിന് എന്താണ് പ്രതികൂലമായിട്ടായിരിക്കും നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനോ ഒന്നും നിങ്ങൾ പോവരുത്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഓർക്കുക. എന്തായാലും എന്തും വരട്ടെ എന്ന് നേരിടാനുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തും നേരിടാം എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ഇപ്പോ നമുക്കൊരു 3-4 എക്സാംസ് കഴിഞ്ഞാൽ മാത്രമേ അവര് ഇനിയുള്ള ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ എന്തായാലും ഇനിയും ലിബറൽ ആവാനുള്ള സാധ്യത, ഇപ്പം ഡിഫിക്കൽട്ട് ആയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിബറൽ ആക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ഒരു 2-3 എക്സാംസ് കഴിയുമ്പോഴേ ആ ഒരു എന്താണ് എക്സാം ഇന്റർഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പൊ അതിൽ കുറച്ചും കൂടെ പണി ചെയ്യണോ, ഇനി എന്താണ് ബാക്കി ക്വസ്റ്റ്യൻസിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, അതൊക്കെ അവര് ഒരു 3-4 എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. അതിലൊന്നും ഒരു മാറ്റം വരുത്തരുത്. ഇപ്പൊ പഴയ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ചെയ്തു പോവാം. നമുക്കിപ്പം പുതിയ മോക്ക് ടെസ്റ്റ് നമുക്ക് എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം പഴയ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇപ്പോഴുള്ള എക്സാംസ് നിങ്ങൾ തൽക്കാലം എഴുതുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാരണം വേറെ ഒന്നുമല്ല, അവര് എന്താണ് ഇപ്പോ പുതുതായിട്ട് ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ടാവും. അത് നമ്മൾ എന്തായാലും ഇപ്പൊ അവർക്കൊന്നും ചേഞ്ച് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. ചിലപ്പോ ഉണ്ടാവുന്ന ഡ്രോബാക്സ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ എന്താണ് നേരിടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. നമ്മൾ എന്തും നേരിടാനുള്ള കാര്യമായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ നിങ്ങൾ എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതുക. കൂടുതൽ ചിന്തയൊന്നും വേണ്ട. പരീക്ഷ അതിൽ വരുന്ന ടോപ്പിക്സ്, അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രം മനസ്സിൽ ഓർക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോയി തന്നെ എക്സാംസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഇനി വരും എന്താണ് എക്സാമുകൾക്ക് നമുക്ക് ഒന്നുകൂടി നല്ല ടൈപ്പ് പ്രിപ്പറേഷൻസ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി അതുകൂടാണ്ട് നമുക്ക് കുറച്ച് സമയത്തിന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേഞ്ച് ആയിരുന്നു എക്സാം സെന്ററിന്റെ ചേഞ്ച്. എക്സാം സെന്ററിന്റെ ചേഞ്ച് എന്ന് പറയുമ്പോഴേക്കും TCSന് ഇപ്പോ അലോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ TCSന്റെ കുറച്ച് എക്സാം സെന്റേഴ്സ് ഉണ്ട്. അതിലേക്ക് ഇവർക്ക് പെർമിഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പം എഡ്യൂക്കേറ്റിക്ക് അവരുടേതായിട്ടുള്ള എക്സാം സെന്ററുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതിലും കുറച്ച് ഡ്രോബാക്സ് വരും. വളരെ കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ സെന്ററുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം അറിഞ്ഞതനുസരിച്ചിട്ട് ഇപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം, അതുപോലെ തൃശ്ശൂര്, കാലിക്കറ്റ്, അങ്ങനെ വരുന്ന ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വരുന്ന ഒരു എക്സാം സെന്റേഴ്സേ ഉള്ളൂ. കാരണം അവർക്ക് അത്രയ്ക്കുള്ള ഇത് എന്താണ് സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഇപ്പം കിട്ടിയിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളില് എക്സാം സെന്റേഴ്സിന്റെ എണ്ണം കൂട്ടാം. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ കൂടിയും നമുക്ക് 2 എക്സാം സെന്ററുകളെ വരുന്നുള്ളൂ. അപ്പൊ കൊല്ലത്തിന് ഇപ്പം എക്സാം സെന്റർ ഇല്ല. അപ്പൊ കൊല്ലംകാർക്കും കൂടെ കുറച്ചും കൂടി എന്താണ് എക്സാം സെന്റർ എക്യൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂർ അനുസരിച്ചിട്ടാണ് ആ ഒരു എക്സാം സെന്റർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ എന്താണ് കൊല്ലം എക്സാം സെന്റർ പ്രിഫറൻസ് വെച്ചിട്ടുള്ളവർക്ക് വേറെ ഉള്ള സിറ്റികളിലും കിട്ടി വരുന്നുണ്ട്. ഇപ്പം മൈസൂരിലൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് എന്തായാലും ഈ നിലവിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം 4 ദിവസത്തേക്ക് മുന്നേ നമുക്ക് ഈ പറയുന്ന എന്താണ് ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ ഹോൾ ടിക്കറ്റ് എടുക്കുക. എവിടെയാണോ എക്സാം സെന്റർ അവിടെ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ രീതിക്ക് പോയി നിങ്ങൾ എക്സാം എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിന് ഒരിക്കലും എന്താണ് പുറകോട്ട് നിൽക്കരുത്. ഇത്രയും ദൂരമല്ലേ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ പുറകോട്ട് നിൽക്കരുത്. നമുക്ക് നമ്മുടെ ആവശ്യം, നമുക്ക് ഒരു ജോലിയിൽ കയറണം എന്നുള്ളൊരു ആവശ്യമാണ്. അപ്പം എന്ത് വന്നാലും നമ്മളത് തരണം ചെയ്ത് വിജയിക്കും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എവിടെയാണോ എക്സാം സെന്റർ അത് തലേദിവസം തന്നെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം പോയി തന്നെ എക്യൂപ്പ് ചെയ്ത് എക്സാം സെന്ററിൽ കറക്റ്റ് ആയിട്ട് തന്നെ എത്തുക. ചിലപ്പോ എക്സാം സെന്ററിലുള്ള എന്താണ് ഇപ്പോ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ TCS പോലെ ആവണം എന്നില്ല. കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ നേരത്തെ തന്നെ എന്താണോ നിങ്ങളുടെ പ്രിഫേർഡ് ടൈമിംഗ് അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് എക്സാം സെന്ററുകളിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസ്. അപ്പം അടിമുടി നമുക്ക് ഈ പറയുന്ന വെണ്ടർ ചേഞ്ചിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ SSC കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കാനുള്ള, അതായത് ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. എക്സാമിന് വളരെ എന്താണ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾ പോയി എക്സാം എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഇവരിലും ബാക്കി വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കുറച്ചും കൂടി എക്സാം സെന്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനും അതുകൂടാണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലായിരുന്നാലും ഉള്ള ലിബറൽ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതെന്തായാലും നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇനി ഇതേ പാറ്റേൺ, അതായത് നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് വരുന്ന എക്സാംസിനെ ക്രാക്ക് ചെയ്യണം. ഇപ്പോ ബിഗിനേഴ്സ് ആണെങ്കിലും ഇപ്പോ കോളേജ് സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ കോളേജിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. എക്സാം മാറി മറിഞ്ഞു ഒക്കെ വരും. നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു എന്തായാലും ഈ ഒരു എക്സാം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതിൽ വന്നിട്ടുള്ള എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ ഇപ്പോ എന്താ പറയാ, നമ്മുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും ഓൺഗോയിങ് സ്റ്റുഡൻസിനാണ്, കോളേജ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതേ രീതിക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻട്രി നിങ്ങൾക്കായിട്ടൊരു കോഴ്സ് ഇപ്പം നിലവിലുണ്ട്. അതായത് നമ്മുടെ SSC കോഴ്സാണ്, ഗോൾഡ് ബാച്ച് ആണ്. അപ്പോ ഇതില് നിങ്ങളിപ്പോ നൈറ്റ് ഡ്യൂട്ടി, അതായത് നൈറ്റ് മാത്രം പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണ്, അതായത് നൈറ്റ് ബാച്ച് ഉദ്ദേശിക്കുന്ന കുട്ടികളാണ്, ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികളാണ്, ഹൗസ് വൈഫ് ആണ്, നിങ്ങൾക്കിപ്പോ നൈറ്റ് മാത്രമാണ് പഠിക്കാൻ പറ്റുന്നത്. ഇനി കോളേജ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്കിപ്പോ എന്താണ് ഇതുപോലെ നൈറ്റ് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന SSC ഗോൾഡ് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ക്വാളിഫിക്കേഷൻ അറിയാലോ, ഇപ്പൊ SSCയുടെ പരീക്ഷയ്ക്കാണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളുണ്ട്, +2 ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളുണ്ട്. അപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയാലും +2 ക്വാളിഫിക്കേഷൻ ആയുള്ള പോസ്റ്റുകളായിരുന്നാലും നിങ്ങൾക്ക് ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി വരുന്ന എക്സാം, ഈ വെണ്ടർ ചേഞ്ചോട് കൂടി ഇനി വരുന്ന എക്സാം പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി തന്നെയാണ് നമ്മുടെ ആ ഒരു ബാച്ചും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു 4 ലെവൽ ഒരു എന്താണ് ഒരു ലെവലിലാണ് ആ എക്സാംസ് പോകുന്നത്. ആദ്യം നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റുകൾ, ഇപ്പോ സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് നിശ്ചിതമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുന്ന ഒരു ലെവൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മെന്റർ സപ്പോർട്ടോട് കൂടിയുള്ള പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, സെക്ഷണൽ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള PDFs കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്ററിനെയും നിങ്ങൾക്ക് സഹായത്തിന്, അതായത് മെന്റർ സപ്പോർട്ടാണ് 24/7 എന്താണ് മെന്റർ സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ലെവലാണ് നമ്മുടെ ലെവൽ 2 അഥവാ നമ്മുടെ പ്രാക്ടീസ് എന്താണ് ലെവൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമുക്കിപ്പോ Tier 2 എക്സാംസിന്റെ പ്രിപ്പറേഷൻസ്. Tier 2 എക്സാംസ് എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ നടത്തണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന ഒരു ലെവൽ 3 വരുന്ന ഒരു Tier 2ന്റെ ഒരു എക്സാം എന്താണ് പ്രിപ്പറേഷനും. അതുകൂടാതെ 4th ലെവൽ വരുമ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന മെയിൻസിന്, അതായത് നമ്മുടെ Tier 2 കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു എക്സാം കിട്ടി നമ്മൾ പോസ്റ്റിലേക്ക് പോവേണ്ട അത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു അഡ്വാൻസ് ലെവൽ സെക്ഷൻ. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോ ഇന്റർവ്യൂ വേണം എന്നുള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ ഇന്റർവ്യൂ അസിസ്റ്റൻസോട് കൂടിയിട്ട് വരുന്നതും, കൂടാതെ ഇപ്പോ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട്, അതായത് മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ
പിന്നെ മെയിൻസ് എക്സാമിനേഷനിൽ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം ചേർത്തിട്ട് വരുന്ന ഒരു എന്താണ് സെക്ഷൻ ആണ്, ഒരു ലെവലാണ് അഡ്വാൻസ് ലെവൽ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി മെയിൻസ് ലെവൽ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എന്താണ് നടന്നുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു 4 ലെവലിലാണ് ഈ പറയുന്ന SSC ഗോൾഡ് ബാച്ച് റണ്ണിങ് ആയിട്ട് വരുന്നത്. അപ്പോ ഇങ്ങനത്തെ രീതിയിലായിരിക്കും. അപ്പോ ഇപ്പൊ വന്നിട്ടുള്ള ഈ എന്താണ് ക്വസ്റ്റ്യൻ ചേഞ്ചസും, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, വെയിറ്റേജ് എന്തായിരിക്കും, ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് വരുന്ന ഒരു SSC ഗോൾഡ് ബാച്ച് തന്നെയാണ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എൻക്വയറി നമ്പർ ആണ് 8714764666. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ബാച്ച് ഡീറ്റെയിൽസ് ആയിരുന്നാലും കോഴ്സ് ഡീറ്റെയിൽസ് ആയിരുന്നാലും ഇനി പോട്ടെ നമ്മുടെ എക്സാം ഡീറ്റെയിൽസ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എൻക്വയറി നടത്താൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എഴുതിയും ചോദിക്കാവുന്നതാണ്. ഇനി കമന്റ് സെക്ഷനിൽ വേണമെങ്കിലും നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വച്ചിരിക്കുക. വെണ്ടർ ചേഞ്ച് വന്നു എന്ന് വിചാരിച്ച പഠനം തീരെ അങ്ങ് ഉപേക്ഷിക്കുക, ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. വെണ്ടർ ചേഞ്ച് വന്നിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻസിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ധൈര്യപൂർവ്വം പോയി എക്സാംസ് എഴുതുക. അടുത്ത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളെ എന്താണ് വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം നമുക്ക് കാഴ്ചവെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനു വേണ്ടി സഹായിക്കുന്ന ബാച്ചസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയില് പുതിയൊരു സെഷൻ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക്. താങ്ക് യു.